അതിപ്പോൾ ചില ഭാര്യമാർ ഭർത്താക്കന്മാരെ കുറിച്ച് കൺസൾട്ടിങ്ങിന് വരുമ്പോൾ മറ്റുമൊക്കെ പരാതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്കൊരു പരിഗണന കിട്ടുന്നില്ല എന്നാണ്. അതിൽ ചില ആണുങ്ങളുടെ ചില ചോദ്യങ്ങളുണ്ട്. പരിഗണന ഇല്ലയെന്ന് മാത്രമല്ല, കൂട്ടത്തിൽ ചോദിക്കും നിനക്കിവിടെ എന്താടി പണിയെന്ന് ചോദിക്കും. എന്താടി നിനക്കിവിടെ ഒരു പണിയെന്ന് ചോദിക്കും പെണ്ണുങ്ങളോട്. വേറെ എന്ത് സഹിച്ചാലും ഇത് പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ സാധാരണ ആണുങ്ങളോട് പറയാറുണ്ട്, സംശയം ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും വീട്ടിലില്ല എന്ന്. പെണ്ണുങ്ങളുടെ പണി എങ്ങനെയാണെന്ന് പറയാം, ശരിക്കും ചെറിയ കുട്ടിയുണ്ട്, ആ ചെറിയ കുട്ടി 2 മണിക്കോ കരഞ്ഞാൽ അത് 2 മണിക്ക് പാൽ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ മൂത്രം ഒഴിപ്പിക്കേണ്ടി വരും. 5 മണിക്കാണ് 5 മണിക്ക്, 1:45 4 മണിക്കാണ് 4 മണിക്ക്. ഈ ചങ്ങാതി പറയും, ഭർത്താവ് എന്താ പറയുക, എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയാണെന്നല്ല, മൊത്തത്തിലുള്ള ചില ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. കുട്ടി കരഞ്ഞാൽ എടി കുട്ടി കരയുന്നുണ്ട് അതിന് എടുത്തോന്ന് പറയും. അതെന്തേ, എനിക്ക് രാവിലെ 5 മണിക്ക് ജോലിക്ക് പോകാനുള്ളതാണ്. ഇയാൾ 5 മണിക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഭാര്യ 4:45 എഴുന്നേറ്റിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതായത് ഒരു കണ്ടറിയുന്ന ഒരു സ്വഭാവം പൊതുവെ വീടുകളിൽ കാണുന്നില്ല. ചില പെണ്ണുങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ പറയും, എടുത്ത് പെണ്ണുങ്ങളെ കുറിച്ച് മാത്രമല്ല ആണുങ്ങളെ കുറിച്ച് തിരിച്ചു ഞാൻ പറയും, രണ്ടും പറയും. ആദ്യം ഈ ഭാഗം തുടങ്ങിയെന്നേ ഉള്ളൂ. അങ്ങനെ ഇതൊരു സമനിലാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. സമനിലാവാൻ ഞാൻ പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഗോൾ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം ജയിക്കും, അതേ സംഭവിക്കില്ല. ഒരു സവാ അങ്ങനെ ആക്കണം. അപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു സേവനം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യത്തിനൊരു വില കുറച്ച് കണ്ടിട്ട് നിനക്ക് എന്താണ് ഇവിടെ ഒരു പണി എന്നുള്ള ഒരു കമൻറ്റ്, ആ കമൻറ്റ് ഒരിക്കലും പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ആ വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ ആണുങ്ങൾ ചെയ്യേണ്ട ഒരു പണിയുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 3 ഒക്കെ കുട്ടികളുള്ള ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ അവർ ഒരു ദിവസം ഭാര്യനോട് പറയാം, എടി ഇന്ന് ഇവിടുത്തെ പണിയൊക്കെ ഞാൻ എടുത്തോളാം, ഞാൻ സാധാരണ എന്താണോ ചെയ്യാറുള്ളത് അത് നീ ചെയ്യുക. അതായത് രാവിലെ എഴുന്നേറ്റ് മൊബൈലൊക്കെ തോണ്ടി ചായ എവിടെ ചായ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക, വെറുതെ വർത്താനൊക്കെ പറയാം. നിന്നോടല്ലേ ചോദിച്ചാൽ അങ്ങനെ ഞാൻ എന്താണോ ചെയ്യുക അത് നീ ചെയ്യുക ഒരു ദിവസം. എന്നിട്ട് ഭാര്യ ചെയ്യുന്ന പണിയൊക്കെ ഭർത്താവ് ചെയ്യാം. അത് ഞാനത് പറയുന്നത് എന്തിനാണെന്നറിയോ, നമ്മളൊരാളുടെ വിഷമം മനസ്സിലാക്കണ്ടേ. ഒരാളുടെ വിഷമം മനസ്സിലാക്കുമ്പോഴല്ലേ നമുക്ക് ഒരു ദിവസം പണിയെടുത്താലേ മനസ്സിലാവും അത്. ഞാൻ ഒരു ദിവസം ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നോക്കി ഇന്നൊരു സംഭവം എന്താണെന്നറിയോ, ഒരു വീട്ടിൽ ഒരു ഭർത്താവും കുട്ടികളും അല്ലെങ്കിൽ ബാപ്പ ഉമ്മ ഭർത്താവ് കുട്ടികൾ എല്ലാവരും ഉണ്ടാവും. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ പെണ്ണെടുക്കുന്ന ഇതിന് നേരെ ഓപ്പോസിറ്റൊക്കെ ഞാൻ പറയും, ആണുങ്ങൾ പെണ്ണോടൊന്നും വിചാരിക്കരുത്, ഇതിന് മറ്റേ ഞാൻ പറയും, ഇൻഷാ അല്ലാഹ് പറയാതെ പോകില്ല. ഇയാളെന്താണ് ഫുള്ള് പെണ്ണുങ്ങൾക്ക് അനുകൂലമാണെന്ന് പറയല്ലേ. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തതിന് ഇയാൾ പെണ്ണുങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞിട്ട് കമൻ്റ് അടിച്ച ആൾക്കാർ ലോകത്തുണ്ട്. അതേ ആളാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ ഈ ഒരു ഭാഗം മാത്രം എടുത്താൽ ചില ആൾക്കാർ ഇത് ക്ലിപ്പായാൽ പറയും ഇയാൾ ഫുള്ള് പെണ്ണുങ്ങൾക്ക് സപ്പോർട്ടാണെന്ന്. ഇതിനെ മറ്റേ ക്ലിപ്പ് അയാൾ കേട്ടിട്ടുണ്ടാവില്ല, അത് ഞാൻ പറയും.